ഹായ് ഫ്രണ്ട്സ്, ഈസി ഇംഗ്ലീഷ് ഫോർ ഡെയിലി യൂസ് എന്നുള്ള ടൈറ്റിലിൽ ഇന്ന് പാർട്ട് 2 ആണ്. നല്ല കമൻറ്റ്സ്, എല്ലാവരും നല്ല കമൻറ്റ്സ് പറഞ്ഞുകൊണ്ട് ഇനി കുറേ എപ്പിസോഡ് ഇതുപോലെ പാർട്ട് 3 പോലെ കുറേ പാർട്സ് ഇടാൻ പോവാണ്. എല്ലാവരും ഇതൊന്ന് ഫോളോ ചെയ്ത് ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാനുള്ള ഒരു ടെക്നിക്കാണ് കേട്ടോ. സിമ്പിൾ, നമ്മൾ ദിവസം യൂസ് ചെയ്യുന്ന, നമ്മുടെ വീട്ടിലും പരിസരത്തും ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ദിവസം സംസാരിക്കുന്ന സാധാരണ ഇംഗ്ലീഷാണ്. ചെറിയ ചെറിയ വാക്യങ്ങൾ, നിങ്ങളൊന്നും ബുദ്ധിമുട്ടാണ്, ഗ്രാമറായിട്ട് ആലോചിച്ച് ചിന്തിച്ച് തല പുകയേണ്ട. ഇംഗ്ലീഷ് ഒരു ഭാഷ മാത്രമേ ഉള്ളൂ. പ്രാക്ടീസ് ചെയ്താൽ മതി, നിങ്ങൾ ഇംഗ്ലീഷ് അടിപൊളിയാവും. യു ക്യാൻ ടോക്ക് ഇംഗ്ലീഷ് വെരി സൂൺ. ഓക്കെ, ന്യൂ കമേഴ്സ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് മൈ ഫാമിലി മെമ്പേഴ്സ് ആർ ലൈക്ക് ഒന്ന് പ്രസ് ചെയ്യണം. താങ്ക് യു. അവൾ എല്ലാവരെയും സഹായിക്കുന്നു. അവൾ എല്ലാവരെയും സഹായിക്കുന്നു. ഷീ ഹെൽപ്സ് എവറി വൺ, അല്ലെങ്കിൽ ഷീ ഹെൽപ്സ് എവ്രിബഡി. അവളൊരു നല്ല നർത്തകിയാണ്. ഷീസ് എ നൈസ് ഡാൻസർ. അവളൊരു കലാകാരിയാണ്. ഷീസ് എൻ ആർട്ടിസ്റ്റ്. ഷീസ് ആൻ ആർട്ടിസ്റ്റ്. ആർട്ടിസ്റ്റിൽ എ വരുന്നതുകൊണ്ട് വവൽസ്, എ ആയതുകൊണ്ട് അതിന് മുമ്പേ വരുമ്പോൾ എ വരില്ല, ആൻ വരും. വവൽസിന് മുമ്പേ തുടങ്ങുന്ന വേർഡിന് മുമ്പേ ആൻ വരും. സോ ഷീസ് ആൻ ആർട്ടിസ്റ്റ്. മനസ്സിലായോ? ഷീസ് കുക്കിംഗ് ഫുഡ്. അവൾ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് കുക്കിംഗ് ഫുഡ്. മം ഈസ് വെയിറ്റിംഗ് ഫോർ യു. അതെങ്ങനെയാ? മദർ, മം, അമ്മ. മം ഈസ് വെയിറ്റിംഗ് ഫോർ യു. ഇതെങ്ങനെയായിരിക്കും പറഞ്ഞു നോക്കിയേ, ട്രൈ ചെയ്തേ. അമ്മ നിനക്ക് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു. കൊച്ചകത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. കുട്ടി മീൻസ് ബേബി അല്ലെങ്കിൽ ചൈൽഡ്. ചൈൽഡ് ഈസ് സ്ലീപ്പിംഗ് ഇൻസൈഡ്. അച്ഛൻ തോട്ടത്തിൽ പണിതുകൊണ്ടിരിക്കുന്നു. ഡാഡ് ഈസ് വർക്കിംഗ് ഇൻ ദി ഗാർഡൻ. ടീച്ചർ പാഠം നടത്തിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ പറയും? കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഗ്രാമറൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട. ടീച്ചർ ഈസ് ടീച്ചിങ് ലെസൺ. വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ്. ടീച്ചർ പറഞ്ഞപ്പോൾ ഒന്ന് സിംഗുലറായിരുന്നു, ഒറ്റയായിരുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സ്റ്റുഡൻസായി ഒത്തിരി പേരെ. അപ്പോൾ അവിടെ ഈസ് വരില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. സ്റ്റുഡൻസ് ആർ റൈറ്റിംഗ് എക്സാം. ടീച്ചർ പറഞ്ഞപ്പോൾ എന്താ? ടീച്ചർ ഈസ് ടീച്ചിങ് ലെസൺ. സിംഗുലർ. ഇപ്പോൾ പ്ലൂറൽ, സ്റ്റുഡൻസ്. അപ്പോൾ വിദ്യാർത്ഥികൾ, സ്റ്റുഡൻസ് ആർ റൈറ്റിംഗ് എക്സാം. അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അവർ എന്ന് വെച്ചാൽ പ്ലൂറൽ, കൂട്ടം. സോ അവർ. ദേ ആർ കമ്മിങ് ടു അവർ ഹൗസ്. അവർ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ബസ്സിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ, അപ്പോൾ എന്തായി? പ്ലൂറൽ, അതും പ്ലൂറലാണ്. അപ്പോൾ ഒത്തിരി പേര്. ഞങ്ങൾ, വി ആർ. ഇവിടെ ഈസ് വരില്ല, ആർ വരും. വി ആർ വെയിറ്റിംഗ് ഫോർ ദി ബസ്. കുട്ടി പാലിന് വേണ്ടി കരയുന്നു. കൊച്ചു പാലിന് വേണ്ടി കരയുന്നു. ബേബി അല്ലെങ്കിൽ ചൈൽഡ്. ബേബി ഈസ് ക്രൈയിങ്. എന്തിനു വേണ്ടി? ഫോർ മിൽക്ക്. അവൾ പരീക്ഷയെക്കുറിച്ച് പേടിച്ചുകൊണ്ടിരിക്കുന്നു. ഷീ ഈസ് പേടി, ഫിയറിങ്, കുറിച്ച്, അബൌട്ട് എക്സാം. ഷീ ഈസ് ഫിയറിങ് അബൌട്ട് എക്സാം. ഞാൻ ഭാര്യയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ, ഐ വരുമ്പോൾ ഈസ് വരില്ല, ഐ ആം. ആലോചിക്കുക. തിങ്കിങ് അബൌട്ട്, കുറിച്ച്, അബൌട്ട് ഫ്യൂച്ചർ. ഐ ആം തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. ഞാൻ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഐ ആം തിങ്കിങ് അബൌട്ട് ഫ്യൂച്ചർ. ദാറ്റ്സ് ഓൾ ഫ്രണ്ട്സ്. എവറി ഡേ ഫ്യൂ സിമ്പിൾ ഈസി സെൻറ്റൻസ് ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. വെരി സൂൺ അടിപൊളി ഇംഗ്ലീഷ്. നിങ്ങളുടെ വായ തുറന്നാൽ ഇംഗ്ലീഷേ വരത്തുള്ളൂ. യു വിൽ ടോക്ക് ഇൻ ഇംഗ്ലീഷ് വെരി സൂൺ. ബൈ. Till I see you next video. Bye from James.